Hi guys, welcome back to my channel Surumi Bros. Today video ഒരു കാന്താരി ടിപ്സ് വീഡിയോ ആണ്. ആരും തെറ്റിദ്ധരിക്കണ്ടേ, കാന്താരി എന്ന് പറയുന്നത് ദാ ഈ മുളകാണ്. നമ്മൾ മലയാളികൾക്കെല്ലാം കാന്താരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മുളകുകളുടെ രാജാവാണ്. പച്ച, വെള്ള, അതുപോലെ പല കളറിലുണ്ട്. ഗ്രേപ്സ് കളറിലെല്ലാം ഉണ്ട്. ഇത് ഏത് തരത്തിലുള്ള മുളകുകളായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലതിന് ഒരുപാട് വലിപ്പം വെക്കും ചെടി, പക്ഷെ അതിൽ മുളകുണ്ടാവുന്നത് കുറവാകും. നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കുന്ന മുളക് ചെടികൾക്ക് കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവാനും കൂടുതൽ കാലം ചീഞ്ഞ് പോവാതെ നിലനിൽക്കാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ടിപ്സുകളാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ. വിചാരിച്ചതിലധികം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈകൾക്ക് കാന്താരി മുളക് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീട്ടിലും ഷോപ്പിലെല്ലാം എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മല്ലിയാണ്. അതൊരു കപ്പ്. അതേ അളവിൽ തന്നെ മഞ്ഞളും വേണം. ഇത് ഞാനിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് പൊടിച്ചിട്ടുള്ള പൊടി മതി. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 മടങ്ങ് നമ്മൾ ഒഴിവാക്കുന്ന തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ വേസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന വെളിച്ചെണ്ണ കീടെന്ന് പറയും, വെളിച്ചെണ്ണയുടെ വേസ്റ്റ്. ഇത് 3ഉം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയെടുക്കുക. ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ടോട്ടലൊന്ന് മിക്സ് ആയിക്കോളും. എന്നിട്ടിതൊരു 5 മണിക്കൂർ മാറ്റി വെക്കണം. ഒരു 5 മണിക്കൂർ ടൈം ഇത് മാറ്റി വെച്ചിട്ട്, എൻ്റെ വീട്ടിൽ ഒരുപാട് കാന്താരി മുളകിൻ്റെ തൈകളുണ്ട്. കണ്ടോ, ഈ വലിപ്പമായിട്ടുണ്ട്. പക്ഷേ മുളക് 1, 2, 3 അതിലധികം ഉണ്ടാവാറില്ല. എന്നിട്ട് അത് പെട്ടെന്ന് പഴുത്ത് അങ്ങനെ നിൽക്കും. മുളക് പെട്ടെന്ന് പറിച്ചാലുണ്ടാവുന്നതിൻ്റെ എണ്ണം കുറയുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറിക്കാറുമില്ല. കാന്താരി തൈകളിൽ ഇല നിറയുന്നില്ല, വലിപ്പം വെക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തൂമ്പ് നുള്ളി കൊടുത്താൽ മതി. ഈ തളിരിലകൾ ഇങ്ങനെ നമ്മളൊന്ന് നുള്ളി ഒഴിവാക്കി കൊടുത്താൽ അതിന് കമ്പടം പൊട്ടിയിട്ട് ഒരുപാട് ഇലകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കാന്താരിയുടെ അവസ്ഥ കാണാമല്ലോ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അപ്പുറത്ത് ഒരുപാട് തൈകളുണ്ട്. ആ തൈകളും ഇതേപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. നമ്മുടെ ബാറ്ററി ഞാൻ 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ വേരിലേക്ക് തട്ടാതെ നമ്മൾ ഈ മരത്തിൻ്റെ ചുറ്റുഭാഗം ഒന്ന് ഇതുപോലെ എന്തെങ്കിലും അരിവാളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വേരിൻ്റെ അടുത്ത് ഒരിക്കലും ഇതൊഴിച്ച് കൊടുക്കരുത്. ചുറ്റുഭാഗം മണ്ണ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കിളർത്തി കൊടുക്കുക. ബിൽഡിങ്ങിൻ്റെയും വീടുകളുടെ എല്ലാം എണ്ണം കൂടുതൽ കാരണം ഇപ്പോൾ സ്ഥലങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് നനച്ചുണ്ടാക്കണം എന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ സ്ഥലമില്ല. എന്നാലുള്ള സ്ഥലത്ത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ചാൽ അത് ഉണ്ടാവാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് 1 മാസത്തിന് ശേഷം നിങ്ങൾ എന്നോട് പറയും. കാന്താരി മുളക് വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. മസ്റ്റായിട്ടും റിസൾട്ട് കിട്ടും. ഇതാ കണ്ടോ, 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് അതിന് കളർ തന്നെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണും അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് വൈകുന്നേരമാണ്. ഒരിക്കലും ഉച്ച സമയത്ത് നമ്മളിത് ചെയ്യാൻ പാടില്ല. ഒരു 4 മണി ആ ടൈമിലാണ് ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞാൻ മണ്ണെല്ലാം നീക്കിയിട്ടുണ്ട്. ഇനി ഇത് നിർബന്ധമില്ല കേട്ടോ. ഇവിടെ ഇലകളെപ്പോലെ തന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു സംഭവമാണ് ഈ കോഴികൾ. കുറച്ച് കോഴികളുണ്ട് ഇവിടെ. അവർക്ക് അരിയോ ചോറൊന്നും വേണ്ട. ഇതുപോലെ എന്തെങ്കിലും ഒരു ഇല പച്ചില കണ്ട അവരിപ്പോൾ ആടുകളെക്കാളും കഷ്ടമാണ്. ഇതെല്ലാം ബാറ്ററിയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് പോയി 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അവരൊന്നാകെ മണ്ണിളകി കിടക്കുന്നത് കണ്ടാൽ മതി. അവർ ആകെ കൊത്തിപ്പറക്കി JCB തോറ്റു പോകുന്ന ഐറ്റംസാണ് ചില ടൈമിൽ കണ്ട.
ഏത് ചെടികൾക്കായാലും നമ്മൾ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തന്നെ നനയ്ക്കണം. ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് ആ വേരിന് അതൊരു കൂടുതൽ തണുപ്പായിട്ട് കൂടുതൽ ബലം കൂടുതലായിട്ട് വരിക. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരാഴ്ചകൾ കൊണ്ട് തന്നെ പുതിയ പുതിയ പൂവുകൾ പെട്ടെന്ന് ഇട്ട് തുടങ്ങും. ഇതാ കണ്ടോ, ഒരാഴ്ച ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. കണ്ടോ, കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഈ മുളകിൻ്റെ ഇല താളിച്ചാലും നല്ല ടേസ്റ്റാണ്. ഷുഗർ കുറയാനും നല്ലതാണത്. അതുപോലെ നമ്മുടെ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം കുറക്കാൻ ഈ കാന്താരി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് മാർക്കറ്റിലെല്ലാം നല്ല റേറ്റാണ്. ഒരു 100 ഗ്രാം കിട്ടണമെങ്കിൽ 100 രൂപയാണ്. കിലോയ്ക്ക് 1000 രൂപ വരെ കാന്താരിക്ക് മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. അത്രയ്ക്കും അതിന് ഗുണങ്ങളും ഉണ്ട്. ഇനി കാന്താരിയുടെ ഇല ചുക്കിച്ചുളിഞ്ഞ് പുഴുക്കൾ വരുന്ന അങ്ങനെ വല്ല കംപ്ലൈൻറ്റും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇച്ചിരി വീട്ടിൽ കോഴികളുണ്ടെങ്കിൽ കോഴിയുടെ കാഷ്ടം ഉണ്ടല്ലോ, കോഴിക്കാഷ്ടം കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട്, നമ്മൾ വേസ്റ്റായിട്ട് ഒഴിവാക്കുന്ന കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് ഒരാഴ്ച തുടർച്ചയായിട്ട് 2 നേരം ഒഴിച്ചു കൊടുത്താൽ ഈ ഇല നല്ല ഫ്രഷായിട്ട് വരും. ഇത് വേറൊരു തരം കാന്താരിയാണ്, പച്ചക്കാന്താരി, ചീരാമുളക് എന്ന് പറയും, മുളകിൻ്റെ രാജാവ്. എൻ്റെ ഈ വളത്തിൻ്റെ റിസൾട്ടാണ് ഇതെല്ലാം. പറിച്ച് മടുക്കുന്ന അത്ര കാന്താരികൾ ഇവിടെയുണ്ട്. ഒരുപാട് പേര് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കാന്താരി കളക്ഷൻസാണ്. കോഴികളുടെ ശല്യം വിചാരിച്ചിട്ട് വല കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ വരാവുന്നതാണ്. ഇനി അതുപോലെ നമ്മൾ കാന്താരി നടുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടിയിൽ വിത്ത് ഒന്നായിട്ട് പാകണം. ഇത് മരത്തിന്മേൽ നിന്ന് തന്നെ മൂത്ത് പഴുത്ത മുളകായിരിക്കണം നമ്മൾ വിത്ത് ആവാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കേണ്ടത്. ചിലർ ആ പച്ചയിൽ തന്നെ പാകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ മുളക് എടുത്ത് വെച്ച് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, ആ വിത്തിന് നല്ല ശക്തി ഉണ്ടായതിന് ശേഷം മാത്രം അത് പാകുക. ചട്ടിയിലോ ചാക്കിലോ കവറിലോ ആയിട്ട് നന്നായിട്ട് പാകുക. എന്നിട്ടത് വെയിലില്ലാത്ത സ്ഥലത്ത് വേണം ആദ്യം വെക്കാനായിട്ട്. ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം കാന്താരി നമ്മൾ പറിച്ച് മാറ്റി നടുന്നത് 2 ആഴ്ചകൾക്ക് ശേഷം മാത്രമാവണം. അങ്ങനെ നടുന്ന ടൈമിൽ നമ്മൾ ഒരു ചിരട്ട മണ്ണ്, ഒരു ചിരട്ട ചാരം, നമ്മൾ വെണ്ണീർ എന്ന് പറയുന്ന അതൊരു ചിരട്ട, ഒരു 3 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളത് നടുന്ന ടൈമിൽ മണ്ണ് കിളർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം, ഇത് മണ്ണിലേട് അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം കാന്താരി നടാനായിട്ട്. എന്നാൽ പെട്ടെന്ന് വേര് പിടിച്ച് ആ മരത്തിനെ നട്ടാൽ പെട്ടെന്നൊന്നും ആ തൈ ചീഞ്ഞു പോവില്ല. മരത്തിന് നല്ല ശക്തി ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോസായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.